മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ആരോഗ്യമന്ത്രിയെ KSU പ്രവർത്തകർ ആക്രമിച്ചു എന്നുള്ള പച്ചക്കള്ളം വ്യാപകമായി പ്രചരിപ്പിക്കുകയും അതിന്റെ പുറകിൽ സംസ്ഥാനത്തുടനീളം വ്യാപകമായ അക്രമങ്ങൾ അയച്ചുവിടുകയും ചെയ്യാം. മാധ്യമപ്രവർത്തകർക്ക് അറിയാം, പോലീസിനറിയാം, റെയിൽവേ പോലീസിനറിയാം, ദൃക്സാക്ഷികൾക്കറിയാം. ഇവരുടെ അടുത്തുപോലും ഈ പ്രകടനക്കാരെത്തിയിട്ടില്ല. 4 പേരോ 5 പേരോ ആണ് ആകെ ഉണ്ടായിരുന്നത്. അവരെ അപ്പം തന്നെ പോലീസ് വളഞ്ഞവരെ കൊണ്ടുപോയി. ആരോഗ്യമന്ത്രിയുടെ സമീപത്തേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയ ഒരാളും പോയിട്ടില്ല. അവരാണ് ക്രൂദ്ധയായി വെല്ലുവിളിച്ചുകൊണ്ട് ഓടിയത്. സത്യത്തിൽ അവിടെ ഒരു പിടിവലിയുണ്ടായത് പോലീസും ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യമന്ത്രി ഈ KSUക്കാരുടെ അടുത്തേക്ക് പാഞ്ഞു പോകുന്നത് തടയാൻ ശ്രമിച്ചത് പോലീസാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന വനിതാ പോലീസ് ഓഫീസറും മറ്റു ഓഫീസർമാരും വളരെ പണിപ്പെട്ടിട്ടാണ് ശ്രമിച്ചിട്ടാണ് ആരോഗ്യമന്ത്രിയുടെ രോഷം അടക്കിയത്. ഇതിന്റെ എല്ലാം വിഷ്വൽ തെളിവുകൾ എല്ലാവരുടെയും കയ്യിലുണ്ട്. ഒരു KSUക്കാരും അവർ അടുത്തെങ്ങും പോയിട്ടില്ല. അവർ അതിനുശേഷം മാധ്യമപ്രവർത്തകരുമായി കുശലം പറഞ്ഞിട്ടാണ് അവർ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ പോയത്. അവിടെ ചെന്ന് ബഹുമാനപ്പെട്ട സ്പീക്കറുമായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രി വിളിച്ചവരോട് ഫോണിൽ സംസാരിക്കുമ്പോഴും അവരെ KSU പ്രവർത്തകരെ ആക്രമിച്ചതായിട്ട് അവർ പറയുന്നില്ല. അതിന്റെ എല്ലാ തെളിവുകളും ഇവിടെ ഉണ്ട്. റെയിൽവേ പോലീസ് പരിശോധിച്ചു എന്നറിയുന്നു. റെയിൽവേ പോലീസ് പരിശോധിച്ചിട്ടും ഒരു തെളിവ് ഏതെങ്കിലും ഒരു KSU പ്രവർത്തകർ ആക്രമിച്ചെന്നത് പോയിട്ട് അവരുടെ സമീപത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ മാധ്യമങ്ങൾ ആദ്യം കാണിച്ച അവരുടെ കയ്യിലെ പരിക്ക് പിന്നീട് പുറത്തു വന്നു. മിനിങ്ങാന്നും ആ കയ്യിൽ അവർക്കൊരു പാടുണ്ടായിരുന്നു. അതേ പാട് തന്നെ 2 ദിവസം മുമ്പ് പോലും അവരുടെ കയ്യുമ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വിവിധ ചിത്രങ്ങളിൽ നിന്നും വിവിധ പരിപാടികളിൽ നിന്നും വ്യക്തമാണ്. അപ്പൊ സ്പീക്കറെ പോലെ ഒരാൾ അദ്ദേഹത്തിന്റെ പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം കാണാത്ത ഒരു കേസ് അവരെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു ഗൂഢാലോചനയിൽ പങ്കാളിയാകാൻ പാടില്ലായിരുന്നു. എന്തായാലും ആരോഗ്യമന്ത്രി തട്ടിവിട്ട ഒരു പച്ചക്കള്ളത്തിന്റെ പേരിൽ വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുകയും കോൺഗ്രസ് ഓഫീസുകളെ ആക്രമിക്കുകയും ഞങ്ങളുടെ പുതുയുഗ യാത്രയുടെ പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്യാം. തിരുവനന്തപുരത്തെ സ്വാഗത സംഘം ഓഫീസ് വരെ തല്ലി തകർത്തു. ഇല്ലാത്ത ഒരു കള്ളക്കഥയുണ്ടാക്കി പച്ചക്കള്ളം പ്രചരിപ്പിച്ച് നടത്തുന്ന കാര്യം ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവരിപ്പോൾ ആരോഗ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസം മാത്രമാണ്. കാരണം അവരഭിനയിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഉറച്ചു പറയുന്നു 100%. എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കി ആർക്കെങ്കിലും വിഷ്വൽ മീഡിയയുടെ മുമ്പിലാണ്, ക്യാമറകളുടെ മുമ്പിൽ നടന്ന ഒരു സംഭവത്തിൽ ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കുന്നത് ശരിയല്ല.